ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻറ്റണി മൈക്കിൾ. ഇപ്പോൾ ഉച്ച സമയം ഏകദേശം ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിൽ കറിയൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നൊരു കറി റെഡിയാക്കാം. മറ്റൊന്നുമല്ല, തോരനാണ് വെക്കാൻ പോകുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് പടവലങ്ങ. അപ്പോൾ പടവലങ്ങ വെച്ച് നല്ല അടിപൊളി ഒരു തോരൻ ഇന്ന് ഉച്ചയ്ക്ക് സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തുടങ്ങല്ലേ, കമോൺ ഗൈസ്. അപ്പോൾ ഗൈസ്, തോരന് ആവശ്യമായ പടവലങ്ങ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ആവശ്യമായ സവോള അരിഞ്ഞതുണ്ട്, പച്ചമുളക്, കറിവേപ്പിലയുണ്ട്, 2 വറ്റൽമുളക്, ആവശ്യത്തിനുള്ള തേങ്ങയും കുറച്ച് ജീരകവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് നമുക്കൊരു അടിപൊളി തോരൻ സെറ്റാക്കാം ഗൈസ്, കമാൺ. അപ്പോൾ ഗൈസ്, ചീനച്ചട്ടി ചൂടായ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടി വരട്ടെ. അല്പം വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും നമുക്ക് ഇതിൽ ചേർക്കാം. ഇനി അല്പസമയം സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ നമുക്ക് ചേർക്കാം. പടവലങ്ങ വേകാൻ അല്പം സമയം എടുക്കും. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പിടാൻ മറന്നുപോയി ഗൈസ്, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടേക്കാം. തോരനിലോട്ട് ആവശ്യമായ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അല്പം ലോ ഫ്ലെയിമിൽ ഇരുന്ന് വേകട്ടെ. നമുക്കിത് വെന്ത് സെറ്റായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. ഇതേ പടവലങ്ങ തോരനുണ്ട്, പപ്പടമുണ്ട്, നല്ല മുട്ട വറുത്തതുണ്ട്, നല്ല കുത്തരിച്ചോറുണ്ട്. ഇതൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. ഇച്ചിരി പപ്പടം ഇങ്ങനെ എടുക്കുക, ഇച്ചിരി തോരൻ വെക്കുക, ഇച്ചിരി മുട്ട വറുത്ത ഇങ്ങനെ എടുക്കുക. ഇത് മൂന്നും കൂടി കൂട്ടി കഴിച്ച് അടിപൊളി. അടിപൊളി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല മുട്ട വറുത്തതും പപ്പടവും പടവലങ്ങ തോരനും കൂടി കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.